ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് ഏറ്റവും വില കുറഞ്ഞതും അതേപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുമായിട്ടുള്ളൊരു ടെൻറ്റ് എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ്. അതായത് ഞാനൊരു ടെൻറ്റ് വാങ്ങിച്ചു. അതായത് ഞാനിപ്പം നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പം സകലവിധ റിവ്യൂസുകളും സകലവിധ ഓൺലൈൻ സൈറ്റുകളും വിലയും മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഞാൻ വാങ്ങിയ ഒരു ടെൻറ്റാണിത്. ഇത് ഡെക്കാത്തലോൻ്റെ ടെൻറ്റാണ്. ഇത് മറ്റുള്ള ഓൺലൈൻ സൈറ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊന്നും ഇത് കിട്ടത്തില്ല. ഡെക്കാത്തലോൻ്റെ ഷോറൂം അല്ലെങ്കിൽ അവരുടെ തന്നെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അവിടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഓഫർ പ്രൈസിൽ നമുക്ക് 2000 രൂപയ്ക്ക് കിട്ടും. ഇത് 2 പേരുടെ ടെൻറ്റാണ്. ഇതേപോലെ തന്നെ 3 പേരുടെ ടെൻറ്റും ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഈ ടെൻറ്റ് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്ത് വെച്ചേക്കുക. ഇതാണ് നമ്മൾ വാങ്ങിയ ടെൻറ്റ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 2.5 കിലോയോളം വെയിറ്റ് വരും. ഇതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തൂക്കി പിടിക്കാൻ വേണ്ടി ഒരു ഹൂക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ 2 ബെൽറ്റുകൾ റിമൂവ് ചെയ്ത് നോക്കാം. ഇതൊരു ബാഗിൻ്റെ അകത്താണ് ടെൻ്റ് ഉള്ളത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 2 അടിയുണ്ട്. കണ്ടോ, ഈ ബാഗ് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ അകത്താണ് ടെൻറ്റ് വെച്ചിരിക്കുന്നത്, വളരെ സേഫായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബാഗിൽ തന്നെ ഒരു പോക്കറ്റുണ്ട്. ഈ പോക്കറ്റിൽ കുറച്ച് കേബിളുകളും അതേപോലെ തന്നെ കുറച്ച് സ്റ്റിക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ടെൻറ്റ് പുറമേ നിന്ന് നമ്മൾക്ക് നിലത്ത് ഈ ആണികൾ അടിച്ചിട്ട് അതിലോട്ട് ഈ കയർ ഉപയോഗിച്ച്, ചെറിയ കയർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് വലിച്ച് കെട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സാധാരണ സമയങ്ങളിൽ ഉപയോഗിക്കണമെന്നില്ല. നല്ല കാറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇനി ഈ 2 വള്ളികൾ കൂടി നമ്മൾക്ക് റിമൂവ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ടെൻറ്റ് ഓപ്പൺ ചെയ്യാം. എന്തായാലും ഇനി താഴെ വെച്ച് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. 10 അടി നീളവും അതേപോലെ തന്നെ 5 അടി വീതിയുമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുക. 4 അടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ പോൾസ് അല്ലെങ്കിൽ റോഡ്സ് എന്ന് പറയാം. ഇത് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ജോയിൻ ചെയ്തെടുക്കാം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മെറ്റൽ ക്യാപ്പിലോട്ട് ഈ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ മെറ്റൽ ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ടാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് രീതിയിലുള്ളൊരു കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ നിവർത്തിയെടുക്കാം. അത് രണ്ടും നിവർത്തി നിങ്ങൾ സൈഡാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ റെയിൻ ക്യാപ്പ്. അപ്പം മഴയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ടെൻറ്റ് മൊത്തത്തിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്, നമ്മൾ ഈ ടെൻറ്റ് നേരെ മണ്ണിലൊക്കെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പിന്നീട് ടെൻറ്റ് മടക്കുമ്പോൾ ആ ചെളി മൊത്തം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറും. ഇത് കണ്ടോ, ടെൻറ്റിൻ്റെ കളറ് നല്ല പ്യുവർ വൈറ്റാണ്. അത് അഴുക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിവിടെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ച ടെൻറ്റിൻ്റെ പോൾസ് എടുക്കുന്നു. ഇത് നമ്മൾക്ക് ഇനി ക്രോസ് ആയിട്ട് ആദ്യം വയ്ക്കുക. ആദ്യമേ നമ്മളിതിങ്ങനെ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പോക്കറ്റ്സിൽ ഇൻസേർട്ട് ചെയ്യേണ്ട. രണ്ടും സ്ട്രെയിറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക. അതിനുശേഷം 4 മൂലയിലും ഓരോ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ പോൾസുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഒരു സൈഡിലെ ആദ്യം 2ഉം ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ഇൻസേർട്ട് ചെയ്യുക. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പം ഇതിൻ്റെ പോൾസ് കണ്ടോ നല്ല രീതിയിൽ വളഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് കടകട എന്നുള്ള സൗണ്ടുകൾ വരും. ഇത് ഫൈബറാണ്, ഗ്ലാസ് ഫൈബറാണ്. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിപ്പോകുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ സൗണ്ട് വരും. ഇത് കണ്ടോ, ഇത് 2 എണ്ണം കൂടി ഇങ്ങനെ ക്രോസ് ആയിട്ട് ജോയിൻ ചെയ്ത ശേഷം ടെൻറ്റിൻ്റെ നടുക്കുള്ള ഹൂക്ക് എടുത്തിട്ട് മുകളിൽ ഫിറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കി എല്ലാ ഹൂക്സുകളും ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പം ഏകദേശം ഒരു 10-15 മിനിറ്റുകൾ എടുത്തേക്കാം. പക്ഷേ നമ്മൾക്ക് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും വെറും 5 മിനിറ്റ് മതി നമ്മൾക്ക് ഈ ടെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഷീറ്റ് വിരിക്കുന്നു, പെട്ടെന്ന് ടകടകട എല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം 5 മിനിറ്റ് മതി. ഇതാണ് നമ്മളുടെ ടെൻറ്റിൻ്റെ മുൻവശം കേട്ടോ. ഇവിടെ സിബ് ബോർഡ് കൂടിയ ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള വാതിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് റെയിൻ കവർ ഇട്ട് കൊടുക്കാം. എപ്പോഴും റെയിൻ കവറോട് കൂടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ല വേനൽക്കാലമാണെങ്കിൽ മാത്രം നിങ്ങൾ റെയിൻ കവർ ഇല്ലാതെ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ വെളുപ്പാങ്കാലത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മുടെ ടെൻറ്റ് രാവിലെ മൊത്തത്തിൽ നനഞ്ഞിരിക്കും. അത് കാരണം എപ്പോഴും റെയിൻ കോട്ടോട് കൂടി ഉപയോഗിക്കുക. അതേപോലെ തന്നെ വെയിലുള്ള സമയങ്ങളിൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ടെൻ്റ് അടിക്കുമ്പം തണലുള്ള സ്ഥലങ്ങളിൽ മാത്രം ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ റെയിൻ കവർ താഴെ ഹൂക്കിലിടുക. അതേപോലെ തന്നെ ഈ ഉള്ളിലുള്ള ഈ പോൾസിൽ ഇവിടെ 2 വള്ളികൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കെട്ടിക്കൊടുക്കുക. കേബിളുകൾ പുറമേ ഹൂക്കിലുണ്ടല്ലോ, അവിടെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി കേട്ടോ. പുറകെ കാണുന്ന ഈ ഹൂക്കിൽ നല്ല കാറ്റുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഘടന. ഫ്രണ്ടിൽ കുറച്ച് ലൂസായി കിടക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പൽസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കീപ്പ് ചെയ്യാം, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആണികൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ വലിച്ചു കിട്ടുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കെട്ടാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപം. പുറകിൽ ഇതിനൊരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടെ ചെറിയൊരു സ്റ്റിക്കോടുകൂടി വളരെ ഡീസൻ്റായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ടെൻറ്റിൻ്റെ ഉൾഭാഗം നോക്കാം. ഞാൻ കേബിൾ ഉപയോഗിച്ച് വലിച്ച് കെട്ടണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ടെൻറ്റ് മടക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ 4 ഭാഗമൊക്കെ ടെൻറ്റ് കയറ് ഉപയോഗിച്ച് കെട്ടുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ, സമയം പോവും. അപ്പം ഇതാണ് ടെൻറ്റിൻ്റെ ഉൾഭാഗം. ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 പോക്കറ്റ്സുകൾ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി പോക്കറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അത്യാവശ്യം തുണികൾ ഇടാൻ വേണ്ടി ഒരു അഴ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ആണ് കേട്ടോ. നമ്മൾക്ക് ഒരു മീഡിയം ആൾക്കാരാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതേപോലെ ഇതാണ് ഫ്രണ്ടിലെ ഡോറ്. നമ്മൾക്ക് പ്രൈവസിക്ക് അനുസരിച്ചും ആവശ്യാനുസരണം നമ്മൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈച്ചകളൊക്കെ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി നല്ല നെറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് പിടിച്ച് കെട്ടാൻ വേണ്ടിയാണ് ഇവിടെ സൈഡിലൊരു വള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ലൈറ്റ്സ് തൂക്കാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ടെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപഘടന. അപ്പം ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്തതാണ് ഇവിടെ. അപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് രാവിലെയാണ്, വെളുപ്പാങ്കാലത്ത്. ഇപ്പം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യമായിട്ടുള്ളൊരു സോളോ ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പം ചന്ദ്രനപ്പം ഇപ്പോഴും കാണാൻ പോയിട്ടില്ല. നല്ലൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ മലയോര പ്രദേശങ്ങളിലോട്ടൊക്കെ വന്ന് ടെൻ്റ് അടിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. കാട്ടുപന്നിയുണ്ട്, ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം. കാട്ടുപന്നി ഇന്നലെ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് ബൈ.